മന്ത്രി ആന്റണി രാജു കോടതി ശിക്ഷയ്ക്ക് വിധേയനായി ജയിലിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അതും അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദേശസ്നേഹപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസല്ല, മറിച്ചൊരു ക്രിമിനൽ കേസാണ്. വിദേശിയായ ഒരു പൗരന് അയാളുടെ അടിവസ്ത്രത്തിൽ വെച്ച് മയക്കുമരുന്ന് കടത്തി അയാൾ പിടിയിലായി. തൊണ്ടി മുതലായി അയാളുടെ അടിവസ്ത്രം പോലീസ് എടുത്തു. ആ തൊണ്ടി മുതലിൽ മാറ്റം വരുത്തി അടിവസ്ത്രം വെട്ടി ചെറുതാക്കി അയാളുടേതല്ലെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തി. ഇതിൽ കോടതി ജീവനക്കാരൻ കുറ്റവാളിയാണെന്ന് കണ്ടു. തൊണ്ടി മുതൽ മാറ്റുന്ന കാര്യത്തിൽ ആന്റണി രാജു എന്ന മുൻ മന്ത്രിക്ക് MLA-ക്ക് പങ്കുണ്ട് എന്ന് സംശയലേശമന്യേ കോടതിയിൽ തെളിഞ്ഞപ്പോഴാണ് മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചത്. ഇവിടെ ആന്റണി രാജുവിൻ്റെ കുറ്റകൃത്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. വളരെ ഹീനമായ ഒരു കുറ്റം ചെയ്ത ഒരു മനുഷ്യൻ 2.5 വർഷം കേരള സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു എന്ന് പറഞ്ഞാൽ സാക്ഷര കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുമോ? ഇത്തരം കുറ്റവാളികളാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്നൊക്കെ നമ്മുടെ സാമാന്യ ജനങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഇവരെയൊക്കെ തിരഞ്ഞെടുത്ത് നിയമനിർമ്മാണ സഭയിലേക്ക് വിടുന്ന ജനങ്ങൾ, ഈ ജനങ്ങളാണ് ഈ കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും ഏറ്റവും വലിയ കുറ്റവാളികളും ഈ കുറ്റവാളികളെ തിരഞ്ഞെടുത്തയക്കുന്ന ജനങ്ങളാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ആന്റണി രാജുവിൻ്റെ ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കേസ് നീണ്ടുപോയത് 32 വർഷമാണ്. ഈ 32 വർഷം ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഇന്ത്യൻ പോലീസ് സർവീസിൽ ഏറ്റവും ആകർഷണീയമായ, പൊതുസമൂഹം ഏറ്റവും അധികം ബഹുമാനിക്കുന്ന, വിശ്വസിക്കുന്ന ആളുകളാണ് ഇന്ത്യൻ പോലീസ് സർവീസിലെ ഉദ്യോഗസ്ഥന്മാർ. IPS ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് നീട്ടിക്കൊണ്ടുപോയതിൽ പങ്കുണ്ട് എന്ന് പറയുന്നത് പഴയ DGP ആയ ഡോക്ടർ സെൻകുമാറാണ്. അദ്ദേഹമാണ് പറയുന്ന IPSകാർ പലരും ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, അതിനവർക്ക് പ്രതിഫലവും കിട്ടി എന്ന്. അതുപോലെ തന്നെ കോടതിയിലെ ജീവനക്കാർ, നീതിന്യായ സംവിധാനം, ഏറ്റവും ഹീനമായ കുറ്റകൃത്യം ചെയ്ത് നമ്മുടെ മാധ്യമങ്ങളാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. മാധ്യമ വേശ്യകളുടെ ചാരിത്ര പ്രസംഗമാണ് ഒഴുകി നമ്മുടെ പത്രത്താളുകളിലൂടെ അച്ചടിച്ചു വരുന്നതും നമ്മുടെ ചാനലിലൂടെ നമ്മുടെ കാതുകളിലേക്ക് ഒഴുകിയെത്തുന്നതും. ഇവറ്റകളെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല എന്നും കള്ളിനും ചക്കരയ്ക്കും ചെത്തുന്ന ജന്മങ്ങളാണ് ഇവരെന്നും നമ്മൾ മനസ്സിലാക്കണം. പത്രം മുതലാളി ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന മാധ്യമ വേശ്യകൾ, ചാരിത്ര പ്രസംഗം നടത്തുന്ന സ്റ്റുഡിയോ റൂമിൽ നിന്ന് ഒഴുകി വരുന്ന വാർത്തകൾ, വിശകലനങ്ങൾ, ഇത് കണ്ണുമടച്ച് വിശ്വസിച്ചാൽ നമ്മുടെ ജനാധിപത്യം അപകടത്തിലാവും. ഏറ്റവും വലിയ അന്തരീക്ഷ മലിനീകരണം നടത്തുന്നത് നമ്മുടെ ചാനലുകളായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ കേസ്, അത് ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട ഈ കേസ് കൃത്യമായി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാൻ ഏറ്റവും അധികം പങ്കുവഹിച്ചത് മലയാള മനോരമയുടെ ലേഖകനായിരുന്ന അനിൽ ഇമ്മാനുവേലാണ്. അനിൽ ഇമ്മാനുവേൽ എന്ന മനുഷ്യൻ വളരെയധികം ത്യാഗം സഹിച്ചാണ് ഈ കേസിൻ്റെ നിജസ്ഥിതി കണ്ടെത്തിയത്. ഏറ്റവും ഉന്നതന്മാരിടപെട്ട ഒരു സംഭവമാണിത്. നീതിന്യായ സംവിധാനത്തിലെയും പോലീസ് സേനയിലെയും ഒക്കെ ഉന്നതന്മാരിടപെട്ട ഒരു കേസിൻ്റെ വിശദാംശങ്ങൾ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസാധ്യമായ കാര്യമാണ്. ആ അസാധ്യമായ കാര്യം സാധ്യമാക്കിയ ആളാണ് അനിൽ ഇമ്മാനുവേൽ. അനിൽ ഇമ്മാനുവേൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് മലയാള മനോരമയ്ക്ക് കൊടുത്തു. പക്ഷേ മനോരമ ചാനലിൽ അത് സംപ്രേഷണം ചെയ്തില്ല. പകരം ആ ചാനൽ അത് തമസ്കരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. ധർമ്മമാണ് കുലദൈവം എന്ന് പറയുന്ന മലയാള മനോരമ അധർമ്മമാണ് അവരുടെ കുലദൈവം എന്ന് പല പ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട്. അധർമ്മമാണ് അവരുടെ കുലദൈവം എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് CP രാമസ്വാമി വയ്യർ വന്ന് ഈ പത്രസ്ഥാപനം അടച്ചുപൂട്ടിയത്. CP എത്ര മഹാനായിരുന്നു, എത്ര ദീർഘവീക്ഷണമുള്ളവനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അനിൽ ഇമ്മാനുവേലെ പോലുള്ള ആളുകളെ മലയാള മനോരമ തമസ്കരിക്കുകയും രാജ്യത്തെ ജനങ്ങൾ അറിയേണ്ട വാർത്തകൾ വളച്ചൊടുക്കുകയും അർത്ഥസത്യവും സത്യവും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന കാര്യം, എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് CP രാമസ്വാമി എന്ന ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ, ഒരു രാജ്യതന്ത്രജ്ഞൻ മനസ്സിലാക്കിയാണ് ഈ പത്രം അടച്ചുപൂട്ടിയതെന്ന്. ഈ നിമിഷം എനിക്ക് CP രാമസ്വാമി അയ്യരുടെ ബഹുമാനമാണ് തോന്നുന്നത്. കാരണം അനിൽ ഇമ്മാനുവേൽ എന്നൊരു പത്രപ്രവർത്തകൻ്റെ കഠിനാധ്വാനത്തെ പുച്ഛിച്ചു തള്ളി അവഗണിച്ച് തമസ്കരിച്ച ഈ മലയാള മനോരമ എന്ന ചാനലിന് എന്ത് വിശ്വാസ്യതയാണ് ഉള്ളതെന്ന് നമ്മൾ ആലോചിക്കണം. മലയാള മനോരമയുടെ ചരിത്രം പറഞ്ഞാൽ
പത്രത്തിൻ്റെ ആയാലും ശരി, അതുപോലെ തന്നെ ചാനലിൻ്റെ ആയാലും ശരി, പത്രത്തിൻ്റെ ആയാലും ശരി, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവർ ഏറ്റെടുത്ത ചില കേസുകളുണ്ട്. ഒന്ന് കോന്നിയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനമായിരുന്നു പോപ്പുലർ ഫൈനാൻസിയേഴ്സ്. പോപ്പുലർ ഫൈനാൻസിയേഴ്സ് കോടിക്കണക്കിന് രൂപ നിക്ഷേപകരുടെ വിട്ടിച്ചു. അവസാനം രാജ്യം വിട്ടു പോകാൻ ശ്രമിച്ച അതിൻ്റെ ഉടമസ്ഥൻ്റെ പെൺമക്കളെയും ഉടമസ്ഥനെയും ഭാര്യയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അവരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മനോരമ ചാനല് അവരുടെ പിൻഭാഗം മാത്രമേ കാണിക്കുകയുള്ളൂ. കേരളത്തിലെ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിൻ്റെ, ഒരു സോഷ്യൽ മീഡിയ ചാനലിൻ്റെ എഡിറ്റർ ചോദിച്ചു, ഇവർക്ക് മുൻഭാഗമില്ലേ, ഇവരുടെ പിൻഭാഗം മാത്രമേ മനോരമ കാണിക്കുകയുള്ളൂ എന്ന്. അതിന് രണ്ട് കാരണമായിട്ടുണ്ട്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, പോപ്പുലർ ഫൈനാൻസിയേഴ്സിൻ്റെ ഉടമ ഓർത്തഡോക്സ് സഭക്കാരനായിരുന്നു. വളരെ ലളിതമാണ്. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ അവർക്ക് പരസ്യം കൊടുക്കുമായിരുന്നു മനോരമയ്ക്ക്. അതുകൊണ്ട് മനോരമയ്ക്ക് ഇഷ്ടം ഇതിൻ്റെ ഉടമസ്ഥരുടെ പിൻഭാഗമായിരുന്നു. അതേസമയം ഏതെങ്കിലും ഒരു ചെറിയ കേസിൽ ആരെയും അറസ്റ്റ് ചെയ്താൽ വിവിധ ആംഗിളിലുള്ള അവരുടെ പത്രം, അവരുടെ പടം കൃത്യമായി ഈ ചാനലുകളിൽ അല്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കാൻ മടിക്കാത്ത മനോരമ പോപ്പുലർ ഫൈനാൻസിയേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുടെയും മക്കളുടെയും ഒന്ന് മുഖം ക്യാമറയിലേക്ക് പകർത്താനോ അത് പത്രത്തിലോ അതല്ലെങ്കിൽ ചാനലിലേക്കോ കൊടുക്കുവാൻ തയ്യാറോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മനോരമയെ മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല. അതിനേക്കാൾ നാണം കെട്ട ചരിത്രമാണ് മാതൃഭൂമിക്കുള്ളത്. മാതൃഭൂമി തമസ്കരിച്ചിരിക്കുന്ന വാർത്തകൾക്ക് കൈയും കണക്കുമില്ല. അവർ വാർത്തകൾ തമസ്കരിക്കുക മാത്രമല്ല, നിത്യവും പത്രാധിപരുടെ പടവും അച്ചടിച്ച് വരികയും ചെയ്യും. അത് കുറേ കാലമായി, വീരേന്ദ്രകുമാറിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് പത്രാധിപരുടെ പടം അച്ചടിച്ച് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. അനുസ്യൂതമായി ഇന്നും മാതൃഭൂമി ശ്രേയാംസ് കുമാറിൻ്റെ പടം നമ്മളെ അച്ചടിച്ച് കാണിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കാണിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ പ്രൊമോഷന് ഈ പത്രത്തിനെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എത്ര അധാർമികമായൊരു പത്രപ്രവർത്തനമാണ് മാതൃഭൂമി നടത്തുന്നത്. അതുപോലെ തന്നെ 2 IAS ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ, ഒരു നമ്മുടെ ചീഫ് സെക്രട്ടറിയും മറ്റൊരു യുവാവായ ഒരു IAS ഉദ്യോഗസ്ഥനും തമ്മിൽ നടന്ന തർക്കത്തെ പക്ഷം ചേർന്ന് ആ ചെറുപ്പക്കാരനായ IAS ഉദ്യോഗസ്ഥനെ തേജോവധം ചെയ്യാൻ മാതൃഭൂമി നടത്തിയ ഹീനമായ ശ്രമം ഇന്നും പത്ര ചരിത്രത്തിലെ, മാധ്യമത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട അധ്യായമല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ എടുത്തു നോക്കിക്കോളൂ. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അൽ മുക്താർ എന്ന് പറഞ്ഞ ഒരു ജുവലറി അടച്ചുപൂട്ടി അതിൻ്റെ ഉടമസ്ഥൻ ലക്ഷക്കണക്കിന് വെട്ടിച്ചു കൊണ്ടുപോയി. അയാളെ കൃത്യമായി ഫ്രണ്ട് പേജിൽ പരസ്യം കൊടുക്കുമായിരുന്നു. ഇത് മുങ്ങിത്താഴുകയാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ നിരന്തരം പ്രചരണം വന്നു. ഇത് കളിപ്പീരാണ്, ജനങ്ങളെ വഞ്ചിക്കുകയാണ്. പക്ഷേ അതൊന്നും നമ്മുടെ മുഖ്യധാര ദൃശ്യ പത്രമാധ്യമങ്ങൾ കണ്ടില്ല. മറിച്ച് അവരെ അൽമുക്താറിൻ്റെ പരസ്യം കൊടുത്ത് കാശ് വാങ്ങിച്ചെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് നീതിന്യായ രംഗത്ത് നിൽക്കുന്ന കോടതി ജീവനക്കാർ. ആന്റണി രാജു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഇത്തരം ഒരു തിരിമറി കാണിക്കാൻ സഹായിച്ചത് നമ്മുടെ നീതിന്യായ സംവിധാനമാണ്. 32 വർഷം ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത് നമ്മുടെ നീതിന്യായ സംവിധാനമാണ്. ഈ സംവിധാനത്തിന് ഇത്രമാത്രം താമസിച്ചെത്തുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ 32 വർഷം വേണ്ടി വന്നു രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു ക്രിമിനലിനെ തുറുങ്കിലടയ്ക്കാൻ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം നമ്മുടെ നീതിന്യായ സംവിധാനം എവിടേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം, അവർ കാര്യങ്ങൾ മനസ്സിലാക്കണം. മുഖ്യധാര പത്രദൃശ്യ മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പത്രപ്രവർത്തകർ, അവരെ ദിവസക്കൂലിക്ക് അല്ലെങ്കിൽ മാസക്കൂലിക്ക് പണം വാങ്ങിച്ച് മുതലാളി പറയുന്ന അസത്യവും അർത്ഥസത്യവും പ്രചരിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ചില പാഴ്ജന്മങ്ങൾ മാത്രമാണ്. വലിയ മേക്കപ്പൊക്കെ ഇട്ട് സ്റ്റുഡിയോ റൂമിൽ വന്ന് അലറി വിളിക്കുന്നത് കണ്ട് ഇത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ട്. അതിൻ്റെ ഭാഗമാണ് 32 വർഷം ആന്റണി രാജുവിൻ്റെ ഈ കേസ് താമസിപ്പിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി അനിൽ ഇമ്മാനുവേൽ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ കൊടുത്ത റിപ്പോർട്ട് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞത്. ഇടത് കൈക്ക് ഒടിവ് വന്നാൽ വലത് കൈക്ക് പ്ലാസ്റ്റർ ഇടുന്ന, അതുപോലെ തന്നെ കിഡ്നി മോഷ്ടിക്കുന്ന പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകളെക്കുറിച്ച് നമ്മളൊരു വാർത്തയും പത്രദൃശ്യ മാധ്യമങ്ങളിൽ കണ്ടിട്ടില്ല. നികുതി വെട്ടിക്കുന്ന സ്വർണ്ണക്കടകളെക്കുറിച്ച് നമ്മൾ പത്രദൃശ്യ മാധ്യമങ്ങളിൽ കണ്ടിട്ടില്ല. രാഷ്ട്രീയ സ്വാധീനമുള്ള കൊടും ക്രിമിനലുകളുടെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നമ്മുടെ മുഖ്യധാര പത്രദൃശ്യ മാധ്യമങ്ങളിൽ കാണാറില്ല. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്,
നിങ്ങൾ രാവിലെ വരുത്തുന്ന പത്രം, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും പത്രം വരുന്ന ആളാണ്, ഞാനും പത്രം വരുന്ന ആളാണ്. പക്ഷേ ഞാൻ പത്രത്തിൻ്റെ വായനക്കാരൻ മാത്രമാണ്, ഒരിക്കലും ആ പത്രത്തെ വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ 2-3 പത്രം ഒരു ദിവസം വായിക്കാറുണ്ട്, 3-4 പത്രം വായിക്കാറുണ്ട്. പക്ഷേ ഈ വാർത്തകളൊന്നും എല്ലാ പത്രക്കാരൻ്റെയും എല്ലാ പത്രാധിപരുടെയും ഹിഡൻ അജണ്ടയാണ് വാർത്തകളായിട്ട് നമ്മുടെ കൈകളിൽ എത്തുന്നത് എന്ന യാഥാർത്ഥ്യം കൃത്യമായി നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം. സ്റ്റുഡിയോ റൂമിലിരുന്ന് അലറി വിളിക്കുന്ന ചാനൽ ജഡ്ജിമാർ, അതുപോലെ തന്നെ അതിൽ വന്ന് പ്രസംഗിക്കുന്ന മറ്റ് മാധ്യമ പ്രവർത്തകർ, ഇവരൊക്കെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായി അഭിനയിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ആളുകളാണെന്ന് മനസ്സിലാക്കുക. അവർ പറയുന്നത്, അവർ കാണിക്കുന്നതൊക്കെ ഒരു സ്റ്റേജ് മാനേജ്ഡ് പ്രോഗ്രാമാണെന്ന് മനസ്സിലാക്കുക. കൊടും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പത്രദൃശ്യ മാധ്യമങ്ങളെ, മുഖ്യധാര പത്രദൃശ്യ മാധ്യമങ്ങളെ തിരിച്ചറിയുകയും അവയെ വർദ്ധിക്കാനും അല്ലെങ്കിൽ അവയ്ക്കൊരു ലക്ഷ്മണരേഖ ഏർപ്പെടുത്താനും നമ്മുടെ പ്രേക്ഷകർക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യം സ്വാർത്ഥകമാകുന്നത്. ഈ പൊള്ളത്തരം തെളിയിക്കുന്ന അവസാനത്തെ ഉദാഹരണമാണ് ആൻ്റണി രാജുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പണമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ ഏത് പത്രമാധ്യമത്തെ, ഏത് മുഖ്യധാര പത്രമാധ്യമത്തെയും, അത് മനോരമയാകട്ടെ മാതൃഭൂമിയാകട്ടെ ഏതുമാകട്ടെ, അതിനെ വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അനിൽ ഇമ്മാനുവേൽ എന്ന ചെറുപ്പക്കാരന് സംഭവിച്ച ദുർഗതിയും. മനോരമ എന്ന പത്രസ്ഥാപനം ആൻ്റണി രാജുവിൻ്റെ കേസിൽ കാണിച്ച ഗുരുതരമായ കൃത്യവിലോപവും. ഒരു മാധ്യമം എന്ന നിലയിൽ ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യമാണ് മലയാള മനോരമ ചെയ്തിരിക്കുന്നത്. അത് മലയാള മനോരമയുടെ പ്രേക്ഷകരടക്കം എല്ലാവരും തിരിച്ചറിയണം. ഒപ്പം മനോരമ മാത്രമല്ല, ഈ രംഗത്ത് നിൽക്കുന്ന മുഖ്യധാര മാധ്യമങ്ങളിൽ വരുന്ന ആളുകൾക്കൊക്കെ കൃത്യമായി ഹിഡൻ അജണ്ടയുമായിട്ട് വരുന്ന ജന്മങ്ങളാണ്. അവരെ അതിന് പണം വാങ്ങിക്കുന്നുണ്ട്, പണം വാങ്ങിയതിൻ്റെ പ്രചാരകരായിട്ട് മാറുന്നുണ്ട്. തീവ്രവാദി പണം കൊടുത്താൽ അത് വാങ്ങിക്കും, രാഷ്ട്രീയക്കാരൻ പണം കൊടുത്താൽ അത് വാങ്ങിക്കും. എന്തും പണം കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ പത്രദൃശ്യ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്, മുഖ്യധാര പത്രദൃശ്യ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട് എന്ന വാസ്തവം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ആൻ്റണി രാജുവിൻ്റെ ഈ കേസ് എന്ന് മാത്രമേ ഞാൻ ഈ കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.